മക്കളെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ കവിതയുടെയും ആശയങ്ങൾ നോക്കാം. ഒന്നാമത്തെ കവിതയാണ് കവിത എന്നാണ് കേട്ടോ. അവിടെ ഒന്നാമത്തെ കവിത നമ്മൾ നോക്കാൻ പോകുന്നത് ജനജൻ കാ ചെഹര ഏക് എന്ന കവിതയാണ്. ജനജൻ കാ ചെഹര ഏക്. പ്രസ്തുത കവിത जनजन का चेहरा एक हिंदी के प्रसिद्ध कवि मुक्ति बोध जी की रचना है. इसमें कवि कहते हैं कि जीवन शैली, भाषा, संस्कृति आदि भिन्न होने पर भी सब लोगों के खुशी, दुख, आशा आदि एक समान है. हम किस प्रदेश में रहने पर भी हमारे चेहरे एक जैसा है, दुख और कठिनाइयाँ भी एक है. അതിൻ്റെ മീനിങ് നോക്കാം. പ്രസ്തുത കവിത ജനജൻ കാ ചെഹര, ഇവിടെ തന്നിരിക്കുന്ന ജനജൻ കാ ചെഹര എന്ന കവിത ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള മുക്തി ബോധ്ജിയുടെ രചനയാണ്. ഇസ്മേ കവി കത്തെ ഹെ കി, ഇതിൽ കവി പറയുന്നു ജീവൻ ശൈലി, ജീവിതശൈലിയും ഭാഷയും അതുപോലെ തന്നെ സംസ്കാരം, സംസ്കൃതി പറഞ്ഞ സംസ്കാരം ആദി മുതലായവ ഭിന്ന ഹോനെ പർ ബി, മുതലായവയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സബ് ലോഗോं के ഖുഷി, എല്ലാവരുടെയും സന്തോഷം, അതുപോലെ തന്നെ ദുഃഖം, ആശ, ആഗ്രഹം, ദുഃഖങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങൾ അതായത് പ്രതീക്ഷകൾ, ഇതെല്ലാം ഏക് സമാൻ ഹേ, ഒന്നു തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഹം കിസ് പ്രദേശ് മേ രഹ്നെ പർ ഭി ഹമാരെ ചെഹരെ ഏക് ജൈസാ ഹേ, നമ്മുടെ മുഖങ്ങൾ ഒന്നു തന്നെയാണ്. ഹമാരെ ചെഹരയൊക്കെ ജൈസാഹെ പറഞ്ഞാൽ നമ്മുടെ മുഖങ്ങൾ ഒന്നു തന്നെയാണ്. കിസ് പ്രദേശ് മേ രഹ്നെ പർ ഭി, ഏത് പ്രദേശത്ത് ജീവിക്കുന്നവരായാലും നമ്മുടെ മുഖങ്ങൾ ഒന്നു തന്നെയാണ്. ദുഃഖ് ഓർ കഠിനായിയാം ബി ഏക് ഹെ, ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒന്നു തന്നെയാണ്. अन्याय के विरुद्ध आवाज उड़ने वालों का लक्ष्य भी एक है. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവർ ഒരേ ലക്ഷ്യമുള്ളവരാണ് എന്ന്. അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്ന എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഭൂമി पर रहने सब लोगों के सपने और प्रतीक्षाएं एक है. അതായത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരേ സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമാണ് ഉള്ളത്, പ്രതീക്ഷകളുമാണ് ഉള്ളത്. ദുഃഖ് സഹകർ ജീത്തെ സബ് ലോഗോं का जीवन भी एक है. ദുഃഖങ്ങൾ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുന്ന എല്ലാ ലോകവും, എല്ലാ ജനങ്ങളുടെയും ജീവൻ, എല്ലാ ജനങ്ങളുടെയും ജീവിതം ഒരുപോലെ തന്നെയാണ്. മത്ലബ് അതായത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹം ഏക് ഹേ, നമ്മളെല്ലാവരും ഒന്നു തന്നെയാണ്. ഹമാരാ ലക്ഷ്യ ബി ഏക് ഹേ, നമ്മുടെ ലക്ഷ്യവും ഒന്നു തന്നെയാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. അതാണ് ജനജൻ കാ ചെഹര ഏക് എന്ന കവിതയുടെ ആശയം. ഇനി നമുക്ക് കബ് തക്ക് എന്ന കവിതയുടെ ആശയം നോക്കാം. കബ് തക്ക് എന്ന കവിത എഴുതിയിരിക്കുന്നത് വന്ദന ടേട്ടയാണ്. വന്ദന ടേട്ടയുടെ കവിതയാണ് കബ് തക്ക്. കബ് തക്ക് എന്ന് പറഞ്ഞാൽ എപ്പോൾ വരെ, കബ് തക്ക് എപ്പോൾ വരെ. ശ്രീമതി വന്ദന ടേटे की സുന്ദർ കവിത ഹേ കബ് തക്ക്. ശ്രീമതി വന്ദന ടേട്ടയുടെ സുന്ദരമായ കവിതയാണ് കബ് തക്ക്. ഇസ്മേ കവയത്രി കഹത്തെ ഹേ കി, ഇതിൽ കവയത്രി പറയുന്നു ഹമാരി പഹ്ചാൻ കെ ലിയേ ഹം ദൂസരോं की പ്രതീക്ഷ മത് കർനാ ഹേ. ഹമാരി പഹ്ചാൻ കെ ലിയേ, എന്താണ് ഇതിൽ വന്ദന ടേട്ടെ പറയുന്നത്? നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി, നമ്മുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ മറ്റുള്ളവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് കവി പറയുന്നത്. ഹമാരി പഹ്ചാൻ കെ ലിയേ ഹം ദൂസരോं की പ്രതീക്ഷ മത് കർനാ, മറ്റുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തിന്? നമ്മുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കേണ്ടതില്ല. कोई अवतारेम आने की प्रतीक्षा न करे वह व्यर्थ
വ്യർത്ഥ ഹേ, ആരെങ്കിലും വരും, ഏതെങ്കിലും അവതാരങ്ങൾ വരും എന്ന പ്രതീക്ഷയും വേണ്ട. അത് വ്യർത്ഥമാണ്, അത് വെറുതെയാണ്. അങ്ങനെയൊരു അവതാരങ്ങളൊന്നും വരാനില്ല, അതുകൊണ്ട് ആ പ്രതീക്ഷയും വേണ്ട. ഹമാരെ കഹാനി ഹേ ഹമാരെ ഇതിഹാസ് ഹം ഹി ലിഖേ, നമ്മുടെ കഥയും നമ്മുടെ ചരിത്രവും നമ്മൾ തന്നെ രചിക്കണം. ഹമാരെ ഉദ്ധാർ കേലിയെ, ഉദ്ധാർ എന്നാണ്, ഇവിടെ ദായാണ് കേട്ടോ. ഹമാരെ ഉദ്ധാർ കേലിയെ കോയി നഹി പഹൂഞ്ചേഗ, നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരും തന്നെ എത്തുകയില്ല, ആരും തന്നെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരും തന്നെ വരികയില്ല. ഹം അപ്പനെ ആത്മസമ്മാൻ കെ ബൽ പർ ജിയേ, നമ്മൾ നമ്മുടെ ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ ജീവിക്കുക. നമ്മൾ ആത്മസമ്മാൻ പറഞ്ഞ ആത്മാഭിമാനം, നമ്മൾ നമ്മുടെ സ്വന്തം ആത്മാഭിമാനത്തിന്റെ ബലത്തിൽ എന്ത് ചെയ്യുക, ജീവിക്കണം. സബി മുസീബത്തോं को सामना करके हम विजय पाएंगे, നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് വിജയം നേടണം. വിജയ് പായെങ്കി. സമയ ബദൽ ചുക്കാ ഹേ, സമയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലിയെ ഹം സ്വയം ബദൽനാ സരൂരി ഹേ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം മാറേണ്ടത് അത്യാവശ്യമാണ്. അത്രയാണ് വന്ദന ടേട്ടയുടെ കബ് തക്ക് എന്ന കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത കവിത നോക്കാം. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ്. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം. ബഹുത്ത് ദിനോ കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം. കവി നാഗാർജുന്റെ കവിതയാണ് ബഹുത്ത് ദിനോ കെ ബാദ്. കവി നാഗാർജുൻ की കവിത कवि नागार्जुन की कविता बहुत दिनों के बाद एक व्यक्ति की अपने गाँव और बचपन की यादों के बारे में है. കവി നാഗാർജുന്റെ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിത ഒരു മനുഷ്യന്റെ ഗ്രാമത്തെയും അതുപോലെ തന്നെ ബാല്യത്തെയും കുറിച്ചുള്ള ഓർമ്മകളാണ് പറയുന്നത്. അതായത് ഈ കവിതയിലൂടെ പറയുന്നത് ഒരു വ്യക്തിയുടെ അപ്പനെ ഗാവ്, സ്വന്തം ഗ്രാമത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ്. കവി ഷഹർ മേ രഹ്താ ഹേ, കവി പട്ടണത്തിൽ താമസിക്കുകയും കൈ സാലോം ബാദ്, കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പനെ ഗാവ് ലൗട്താ ഹേ, സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഗാവ് മേ ബിതായേ ഗയേ ദിനോ കോ യാദ് കർത്തേ ഹുയേ വഹ് ഭാവുക് ഹോ ജാതാ ഹേ, ഗ്രാമത്തിലെ തൻ്റെ ദിവസങ്ങൾ ഓർക്കുമ്പോൾ, ഗാവമേ ബിതായകയെ, ഗ്രാമത്തിൽ ചിലവഴിച്ച, ഗ്രാമത്തിലെ കഴിഞ്ഞുപോയ ദിവസങ്ങൾ കുറിച്ചോർക്കുന്ന സമയത്ത് വഹ് ഭാവുക് ഹോ ജാതാ ഹേ, അയാൾ വികാരാധീനനാകുന്നു. यह कविता हमें प्रकृति, ग्रामीण जीवन और बचपन के महत्व के बारे में सोचने पर मजबूर करती है. ഈ കവിത പ്രകൃതിയെക്കുറിച്ചും ഗ്രാമീണ സൗന്ദര്യത്തെക്കുറിച്ചും ബച്പൻ കെ മഹത്വ, ബാല്യത്തിന്റെ മഹത്വത്തിനെ കുറിച്ച്, ബാല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സോച്നെ പർ, ചിന്തിക്കാൻ, മസ്ബൂർ കർത്തി ഹേ, നിർബന്ധിതയാക്കുന്നു. നമ്മളെ ഈ കവിത ബാല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന കവിതയാണ്. മസ്ബൂർ കർത്തിയെ പ്രേരിപ്പിക്കുന്ന കവിതയാണിത്. കവിതാ മേ सरल और सहज भाषा का प्रयोग किया गया है. കവിതയിൽ ലളിതവും അതുപോലെ തന്നെ സഹജ പറഞ്ഞാൽ ലളിതമാണ്, വളരെ ലളിതമായ ഭാഷയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിത കവി നാഗാർജുൻ എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. വളരെ മനോഹരമായ ഒരു കവിതയാണിത്.
ബഹുത്ത് ദിനോ കെ ബാദ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോൺസായി എന്ന കവിതയാണ്. ബോൺസായി സുധാ ഉപാധ്യായയുടെ കവിതയാണ് ബോൺസായി. ബോൺസായി എന്ന കവിത സുധാ ഉപാധ്യായ് എഴുതിയതാണ് ബോൺസായി എന്ന കവിത. സുധാ ഉപാധ്യായ് की കവിത ബോൺസായി एक മാർമിക രചന है. സുധാ ഉപാധ്യായയുടെ ബോൺസായി എന്ന കവിത ഒരു ഹൃദയസ്പർശിയായ കവിതയാണ്. മാർമിക രചന, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കവിതയാണിത്. यह കവിത एक गहरी व्यंग्य के साथ लिखी गई है. ഈ കവിത ആഴത്തിലുള്ള ആക്ഷേപഹാസ്യത്തോടെയാണ് എഴുതിയിരിക്കുന്നത്. ഈ കവിത ഗഹരി വ്യംഗ്യ പറഞ്ഞാല് പരിഹസിക്കുന്ന ഹാസ്യം, ആക്ഷേപഹാസ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കവിനെ ബോൺസായി के माध्यम से व्यक्ति के संघर्षों और आकांक्षाओं को बड़ी ही खूबसूरती से व्यक्त किया है. ഒരു ബോൺസായിയുടെ പ്രതിച്ഛായയിലൂടെ ഒരു വ്യക്തിയുടെ പോരാട്ടങ്ങളെയും അഭിലാഷങ്ങളെയും മനോഹരമായി കവി വ്യക്തമാക്കിയിരിക്കുന്നു. വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പ്രകടിപ്പിച്ചിരിക്കുന്നു. कविता में व्यक्ति की स्वतंत्रता की इच्छा और समाज के दबाव के बीच के संघर्ष को बहुत ही प्रभावी ढंग से दिखाया गया है. കവിതാമേ വ്യക്തിക്ക് സ്വതന്ത്രത, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിക്ക് സ്വതന്ത്രതാക്കി ഇച്ഛ, അതായത് സ്വാതന്ത്ര്യാഭിലാഷവും സമാജിക്കെ ദബാവ്, സമൂഹത്തിന്റെ സമ്മർദ്ദം, ദബാവ് പറഞ്ഞ അമർത്തൽ, അത് സമ്മർദ്ദം, സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങളും ദബാവ് കെ ബീച്ച്, സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ സംഘർഷക്കോ ബഹുത് ഹി പ്രഭാവി ढंग से, പോരാട്ടത്തെ, സംഘർഷ പറഞ്ഞ പോരാട്ടത്തെ ബഹുത് ഹി പ്രഭാവി ढंग से, വളരെ അധികം, പ്രഭാവി ढंग പറഞ്ഞ രീതി, ഫലപ്രദമായ രീതിയിൽ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ദിഖായ ഗയാ ഹെ, കാണിച്ചിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യാഭിലാഷത്തിനും സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും ഇടയിലുള്ള പോരാട്ടത്തെ ഈ കവിത ഫലപ്രദമായി ചിത്രീകരിച്ചിരിക്കുന്നു. कवि ने बोनसाई के माध्यम से जीवन के कई गूढ़ रहस्यों को उजागर किया है. ഒരു ബോൺസായിയുടെ പ്രതിച്ഛായയിലൂടെ കവി ജീവിതത്തിലെ പല നിഗൂഢതകളും വെളിപ്പെടുത്തുന്നു. ഗൂഢരഹസ്യം എന്ന് പറഞ്ഞാൽ നിഗൂഢതകൾ. उजागर किया है, വെളിപ്പെടുത്തുന്നു. कविता की सरल भाषा और मार्मिकता पाठक को गहराई से प्रभावित करती है. കവിതയുടെ ലളിതമായ ഭാഷയും തീവ്രതയും വായനക്കാരനെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. यह कविता हमें अपनी पहचान और स्वतंत्रता के लिए लड़ने के लिए प्रेरित करती है. ഈ കവിത നമ്മുടെ സ്വാതന്ത്ര്യത്തിനും പഹച്ചാൻ തിരിച്ചറിവിനും വേണ്ടി ലഡ്നെ കെ ലിയെ പ്രേരിത കർത്തി ഹെ, പോരാടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, നമ്മെ അതിന് പോരാടാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന കവിതയാണ് ബോൺസായി എന്ന കവിത. സുധാ ഉപാധ്യായാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള കവിത വരുന്നത്. ബോൺസായി, बहुत दिनों के बाद, कब तक, जन जन का चेहरा एक,
ജന ജനക ചെഹര ഏക്. ഇത്രയും കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത്രയും കവിതയുടെ ആശയങ്ങൾ നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കുക. സിമ്പിളായ രീതിയിലാണ്, ഇവിടെ കുറഞ്ഞ സെന്റൻസിലാണ് തന്നിരിക്കുന്നത്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.